നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാനത്ത് പാൽ വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി മിൽമ. വർധന ആവശ്യപ്പെട്ടുള്ള ബോർഡിന്റെ ശുപാർശ സർക്കാരിന്റെ പരിഗണനയിലാണ്. അതേസമയം പാൽ വില വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം മേഖലാ യൂണിയൻ ഭാരവാഹികൾ മിൽമ ഭവനിലെത്തി പ്രതിഷേധിച്ചു. കഴിഞ്ഞ ബോർഡ് യോഗങ്ങളിൽ തീരുമാനിച്ച വിലവർധന പ്രാബല്യത്തിൽ വരുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു എറണാകുളം മേഖലാ യൂണിയൻ ഭാരവാഹികൾ പ്രതിഷേധിച്ചത്. 2 തെരഞ്ഞെടുപ്പുകൾ അടുത്തു വന്നതോടെ മാസങ്ങൾക്ക് മുൻപ് പ്രാബല്യത്തിൽ വരേണ്ട വിലവർധന നിലവിൽ വരാൻ കാലതാമസം നേരിടുകയായിരുന്നു. വിലവർധന അനിവാര്യമാണെന്ന ബോർഡും നിലപാട് വ്യക്തമാക്കി. പാൽവില വർധനവുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മിൽമയോ മിൽമയുടെ യൂണിയനുകളോ പാൽവില വർദ്ധിപ്പിക്കണമെന്ന ചില ആവശ്യങ്ങൾ വരുന്നതിന് അതിനൊരു ന്യായമുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന പാലിൻ്റെ വില കർണാടകയിൽ നിന്നാണെങ്കിലും ആന്ധ്രയിൽ നിന്നാണെങ്കിലും മഹാരാഷ്ട്രയിൽ നിന്ന് മേടിക്കുന്ന വില അല്പം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പാല് മേടിച്ചു വന്ന് ഇവിടെ വിൽക്കുമ്പോൾ ഒരു 6 ലക്ഷം ലിറ്ററോളം പാൽ ഒരു ദിവസം നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അങ്ങനെ വിൽക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത്ര ലാഭം യൂണിയനുകൾ ഉണ്ടാകുന്നില്ല. ലാഭത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സ്ഥിതി മുന്നോട്ട് പോവുകയാണെങ്കിൽ യൂണിയന് നഷ്ടത്തിൽ പോകാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാൽവില വർധനവ് അനിവാര്യമാണെന്ന് നമുക്ക് പറയാം. എന്നാൽ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ദുഷ്ടലാക്കുണ്ടെന്നാണ് ആക്ഷേപം. നമ്മൾ കിട്ടുന്ന ലാഭത്തിൻ്റെ മൃഗീയ ഭാഗവും കർഷകർക്ക് തന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ ഇതിനകത്ത് വഞ്ചനയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ വെറുതെ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ മറ്റു പല ദുരുദ്ദേശപരമായിട്ടുള്ള ആവശ്യങ്ങൾ കൊണ്ട് മിൽമയെ അപകീർത്തിപ്പെടുത്താനായിട്ട് ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് വകവെച്ച് കൊടുക്കാനോ അംഗീകരിച്ചു കൊടുക്കാനോ മിൽമയ്ക്ക് കഴിയില്ല, അത് അംഗീകരിക്കില്ല. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ കമ്മീഷനോടും അനുമതി തേടാനും നീക്കമുണ്ട്. 29-ന് ചേരുന്ന ബോർഡ് യോഗത്തിൽ അന്തിമ തീരുമാനം സ്വീകരിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.